I-130 അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് പല കുടുംബങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമം പിടിച്ച ഒരനുഭവമാണ്. എന്തുകൊണ്ടാണ് തങ്ങളുടെ അപേക്ഷയിൽ ഒരു തീരുമാനമാകാത്തത് എന്ന് പലരും ആശങ്കയോടെ ചോദിക്കാറുണ്ട്. ഒരു അമേരിക്കൻ പൗരനോ ഗ്രീൻ കാർഡ് ഉടമക്കോ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടി, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ I-130 അപേക്ഷ നൽകാം. ഇതാണ് ഇതിൻ്റെ ആദ്യപടി. I-130 അപേക്ഷയുടെ നടപടിക്രമം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം പല ഘട്ടങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആരാണ് അപേക്ഷിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് അപേക്ഷിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് സമയമെടുക്കുന്നത്. ഒരു അമേരിക്കൻ പൗരൻ തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോ 21 വയസ്സിൽ താഴെയുള്ള കുട്ടിക്കോ വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 10 മുതൽ 30 മാസം വരെ എടുക്കാം. ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് I-130 അംഗീകരിച്ചാലും അവിടുത്തെ യാത്രാവിലക്കുകൾ കാരണം വിസ ഇൻ്റർവ്യൂവിന് കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഒരു ഗ്രീൻ കാർഡ് ഉടമ തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കൂടുതൽ സമയമെടുക്കും. ഏകദേശം 50 മുതൽ 75 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. ഗ്രീൻ കാർഡ് ഉടമകളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് പ്രതിവർഷം 80,000 വിസകൾ മാത്രമാണ് അനുവദിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ പ്രിയോറിറ്റി ഡേറ്റ് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഡേറ്റ് ഓഫ് ഫുൾഫില്ലിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് അപേക്ഷിക്കാൻ കഴിഞ്ഞാലും ഗ്രീൻ കാർഡ് കിട്ടാൻ ഏകദേശം 2 വർഷം വരെ എടുക്കും. ഇത് വിസ ബുള്ളറ്റിനിൽ വ്യക്തമായി പറയുന്നുണ്ട്. അമേരിക്കൻ പൗരന്മാരുടെ 21 വയസ്സ് കഴിഞ്ഞ വിവാഹം കഴിക്കാത്ത കുട്ടികൾക്ക് I-130 പ്രോസസ്സ് പൂർത്തിയാക്കാൻ 50 മുതൽ 128 മാസം വരെ എടുക്കാം. കുട്ടികൾ വിവാഹിതരാണെങ്കിൽ ഏകദേശം 60 മുതൽ 130 ദിവസം വരെയാണ് ശരാശരി പ്രോസസ്സിംഗ് ടൈം. ഇത് എപ്പോൾ വേണമെങ്കിലും മാറാനുള്ള സാധ്യതയുണ്ട്. ഗ്രീൻ കാർഡ് ഉടമകളുടെ വിവാഹം കഴിക്കാത്ത കുട്ടികൾക്ക് 50 മുതൽ 95 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. ഒരു അമേരിക്കൻ പൗരൻ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ I-130 അപ്രൂവൽ കിട്ടാൻ ഏകദേശം 18 മുതൽ 36 മാസം വരെ എടുക്കും. ഇത് അപേക്ഷിക്കുന്ന സ്ഥലം, രാജ്യം തുടങ്ങിയ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഏറ്റവും കൂടുതൽ കാത്തിരിക്കേണ്ടി വരുന്നത് അമേരിക്കൻ പൗരന്മാരുടെ സഹോദരങ്ങൾക്കാണ്. സഹോദരങ്ങൾക്ക് I-130 അപ്രൂവൽ കിട്ടാൻ 50 മുതൽ 120 മാസം വരെ എടുക്കാം. ഇത് കിട്ടിയെന്ന് കരുതി പെട്ടെന്ന് ഗ്രീൻ കാർഡ് കിട്ടണമില്ല. സഹോദരങ്ങളുടെ വിസയ്ക്ക് ഏകദേശം 15 മുതൽ 16 വർഷം വരെ എടുക്കും. ഇത് അവരുടെ രാജ്യത്തെ ആശ്രയിച്ചിരിക്കും. ഇത്രയും കാലതാമസം വരുമ്പോൾ പലർക്കും തങ്ങളുടെ അപേക്ഷയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇത് സാധാരണ പ്രോസസ്സിംഗ് ടൈം മാത്രമാണ്. I-130 അംഗീകരിച്ചാൽ ഉടൻ തന്നെ വിസ കിട്ടണമെന്നില്ല. ഈ കേസ് നാഷണൽ വിസ സെൻറ്ററിലേക്ക് മാറ്റും. അവിടെ ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ച് ഡോക്യുമെൻ്ററിലി കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷം NVC കേസ് US എംബസിയിലേക്ക് അയക്കും. ഇവിടെ പ്രിയോറിറ്റി ഡേറ്റ് വരുന്നത് വരെ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. US എംബസികളിൽ പരിശോധനകൾ, നിയമ നടപടികൾ, അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്യുന്ന എന്നിവയെല്ലാം കാലതാമസത്തിന് കാരണമാകുന്നുണ്ട്. I-130 പെറ്റീഷനുകൾക്ക് പ്രീമിയം പ്രോസസ്സിംഗ് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അപേക്ഷ വേഗത്തിൽ അംഗീകരിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ I-130 അംഗീകരിച്ചു കഴിഞ്ഞാൽ NVCയുമായി ബന്ധപ്പെട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. നിങ്ങളുടെ I-130 സ്റ്റാറ്റസ് അറിയാൻ www.uscis.gov എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കേസ് നമ്പർ നൽകുക. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ പരിഗണനയിലുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ എന്നറിയാൻ സാധിക്കും. അംഗീകാരം കിട്ടിയ ശേഷം വിസ ബുള്ളറ്റിൻ പിന്തുടർന്ന് പ്രിയോറിറ്റി ഡേറ്റ് ട്രാക്ക് ചെയ്യുക. ഒരുപാട് കാലതാമസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളുടെ രാജ്യം വിലക്കുള്ള രാജ്യമാണെങ്കിൽ പോലും I-130 അപേക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ രേഖകളില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഒരു അമേരിക്കൻ പൗരനെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. I-130 പ്രോസസ്സിംഗ് പൂർത്തിയാക്കി അംഗീകാരം നൽകും. അതിൻ്റെ റിസീപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പരിഹരിക്കാവുന്നതാണ്. പല രാജ്യങ്ങളിലും യാത്രാവിലക്കുകൾ നിലവിലുണ്ട്. പലരും വിസ ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്നു. എങ്കിലും ഭാവിയിൽ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ I-130 എന്നത് അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരാദ്യ പടിയാണ്. ഇതിന് ധാരാളം സമയമെടുക്കുമെങ്കിലും കൃത്യമായ രേഖകളോടെയും വിവരങ്ങളോടെയും അപേക്ഷിക്കുകയാണെങ്കിൽ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.